إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام، هذا حلال وهذا حرام لتفتروا على الله الكذب، إن الذين يفترون على الله الكذب لا يفلحون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ ഏറ്റവും സവിശേഷമായ അധ്യാപനങ്ങളിലൊന്നായ ഹലാൽ ഹറാം എന്നീ സാങ്കേതിക ശബ്ദങ്ങൾ എക്കാലഘട്ടത്തിലും ചർച്ചയായിട്ടുണ്ട്. മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്, ഇസ്ലാമിലെ ഓരോ നിയമങ്ങൾക്കും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ദീനിൽ കുറേ കാര്യങ്ങൾ ഹലാലുകളാണ്, മറ്റ് കുറേ കാര്യങ്ങൾ ഹറാമുകളാണ്, മറ്റ് ചില സംഗതികൾ കറാഹത്തുകളാണ്. എന്തിനാണ് മതത്തിൽ ഇങ്ങനെ കുറെ വേർതിരിവുകളുള്ളത്?
അതല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്? എല്ലാം അങ്ങ് ഹലാലാക്കിയാൽ എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചില ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമാണെങ്കിൽ മറ്റു ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ചില വസ്ത്രങ്ങൾ ധരിക്കൽ അനുവദനീയമാണെങ്കിൽ മറ്റു ചില വേഷങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എല്ലാം അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം പറയുന്നു നന്മകൾ കൽപ്പിക്കണം, തിന്മകൾ വിരോധിക്കണമെന്ന്. എന്നാൽ തിന്മകൾ കൽപ്പിക്കലും നന്മകൾ വിരോധിക്കലും നേരെ വിരുദ്ധമായ നയങ്ങളായിക്കൊണ്ട് ഇസ്ലാം പരിചയപ്പെടുത്തുകയാണ്. നന്മകൾ എത്രയും നമുക്ക് സംസാരിക്കാം, നന്മകൾ കൽപ്പിക്കാം. എന്നാൽ ഏഷണി പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല, തെറി വിളിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല എന്ന് ഇസ്ലാം നിയമമായി പഠിപ്പിക്കുന്നു. എന്തിനാണ് സഹോദരങ്ങളെ, സഹോദരികളെ, മതത്തിൽ ഇങ്ങനെ കുറെ നിയമങ്ങൾ എന്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടു? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം എന്നത് കേവലം ഈ ലോകത്ത്, ഈ ലോക ജീവിതത്തിൽ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ആവശ്യമായ ചില നിയമങ്ങളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ പ്രപഞ്ചത്തെ മൊത്തം സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ഇഹപര വിജയത്തിന് ആവശ്യമായ, അല്ലെങ്കിൽ മനുഷ്യന്റെ നന്മകൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട നിയമങ്ങളാണ് ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും. ഇസ്ലാമിലെ ഏത് നിയമങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഒന്നുകിൽ ഈ ലോക ജീവിതത്തിൽ നന്മയുണ്ടാകും, അതോടൊപ്പം നാളെ ആഖിറത്തിൽ പുണ്യവും ഉണ്ടാകും. ചുരുങ്ങിയ പക്ഷം ഈ ലോക ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദോഷങ്ങളെ തടയാനെങ്കിലും ആ നിയമം സഹായിക്കും. ഇസ്ലാമിലെ ഒരു കൽപ്പന വന്നാൽ ഇന്നത് ചെയ്യണം, അതല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം ഇസ്ലാമിലുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു ദോഷത്തെ, ഒരു തിന്മയെ തടയാനെങ്കിലും ആ നിയമം സഹായിച്ചിട്ടുണ്ടായിരിക്കും. വെറുതെ കുറെ കാര്യങ്ങൾ ഹലാല്, മറ്റു കുറെ കാര്യങ്ങൾ ഹറാമ്, അങ്ങനെ ഒന്ന് ഇസ്ലാമിലില്ല. മറിച്ച് എല്ലാത്തിനും ഒരു മാനദണ്ഡമുണ്ട്, ചില ഹിക്മത്തുകൾ അതിൻ്റെ പിന്നിലുണ്ട്. ഓരോന്നും വെറുതെ നിശ്ചയിക്കപ്പെട്ടതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹറാം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള 1000 കാര്യങ്ങൾ നമ്മൾ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചു കഴിഞ്ഞാൽ ആ 1000 കാര്യത്തിലും നമുക്ക് സമാനമായി കാണാൻ കഴിയുന്ന ഒരു പൊതു സ്വഭാവം അതിലൊക്കെ ഉണ്ടാകും. അതിനാണ് പണ്ഡിതന്മാർ മഖാസിദു ശരീഅ എന്ന് പേര് വിളിച്ചിട്ടുള്ളത്. ശരീഅത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, മതത്തിന്റെ നിയമങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യങ്ങൾ എന്ന പേരിൽ പണ്ഡിതന്മാർക്ക് ധാരാളം കിതാബുകൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ദീനിൽ എന്ത് തന്നെ പഠിപ്പിക്കപ്പെട്ടാലും അതിനൊക്കെ ചില ഉദ്ദേശങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഖൈറൈ അദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലുമുള്ള നന്മകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ ലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്നും ഈ ലോക ജീവിതം മാത്രമേ ഉള്ളൂ എന്നും മരിച്ചു കഴിഞ്ഞ മരണാനന്തര ജീവിതം ഇല്ല എന്നും വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങളൊന്നും അയാൾക്ക് ആവശ്യമുണ്ടാവുകയില്ല. ഈ ലോകത്ത് പരമാവധി അടിച്ചു പൊളിക്കണം, ആസ്വദിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പരമാവധി സുഖിക്കാം, അനുഭവിക്കാം എന്നായിരിക്കും അയാൾ ചിന്തിക്കുന്നുണ്ടാവുക. അതിന് വിഘാതമാകുന്ന, അതിന് തടസ്സം നിൽക്കുന്ന ഏത് നിയമങ്ങളും അയാളെ സംബന്ധിച്ചിടത്തോളം പുച്ഛമായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക്, പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാ നിയമങ്ങളോടും പുച്ഛമായിരിക്കും, വിമർശനമായിരിക്കും. എന്നാൽ ഇതല്ല യഥാർത്ഥ ജീവിതമെന്നും മരണമാണ് എൻ്റെ യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമെന്നും വിശ്വസിക്കുന്ന,
ആ രൂപത്തിൽ മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന ഒരാൾക്ക് ഈ നിയമങ്ങളുടെ മഹത്വവും സവിശേഷതയും പ്രാധാന്യവും അയാൾക്ക് ബോധ്യപ്പെടും. ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും, സഹോദരങ്ങളെ, ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളും 5 മേഖലയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 5 കാര്യങ്ങൾ നമ്മൾ ഒരു അടിസ്ഥാന കാര്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നന്നായി നമ്മൾ ശ്രദ്ധിക്കുക. ഈ 5 മേഖലകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിലെ ഓരോ നിയമവും ഉള്ളത്. ഇസ്ലാമിലെ ഓരോ നിയമവും ഞാൻ ഈ പറയാൻ പോകുന്ന 5 മേഖലകളെ, 5 കാര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ദീനാണ്. സൃഷ്ടികളായ നമ്മൾ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. ഇതാണ് ദീൻ എന്ന് പറയുന്നത്. ഈ ദീനിനെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇസ്ലാം നിയമമായി, നന്മയായി ആളുകൾക്ക് പ്രോത്സാഹിപ്പിച്ചു പഠിപ്പിച്ചു കൊടുത്തു. ആ ദീനിനെ തകർക്കുന്ന, അതിനെ തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം ശക്തമായി എതിർക്കുകയും ഹറാമാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ശിർക്ക് ഹറാമായത്, അതുകൊണ്ടാണ് കുഫ്ർ ഹറാമായത്, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മേൽ കളവ് പറയുന്നത് വലിയ കുറ്റമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. കാരണം അതൊക്കെ നമ്മുടെ ദീനിനെ തകർത്ത് കളയുന്ന കാര്യമാണ്. അപ്പോൾ ദീനിനെ സംരക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്മകളാക്കി, നിയമങ്ങളാക്കി, അതിനെ തകർക്കുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാം വിരോധിക്കുകയും ഹറാമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഒരു കാര്യമാണ് അൽ അഖൽ എന്ന് പറയുന്നത്, മനുഷ്യന്റെ ബുദ്ധി. മനുഷ്യന്റെ ബുദ്ധിക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം കാണുന്നുണ്ട്. മനുഷ്യന്റെ ബുദ്ധിയെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇസ്ലാം നിയമങ്ങളാക്കി പഠിപ്പിച്ചു കൊടുത്തു. ആ ബുദ്ധിയെ തകർക്കുന്ന, അതിന് വിഘാതം സൃഷ്ടിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം വിരോധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മദ്യം പാടില്ല എന്ന് പറഞ്ഞത്, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്, ലഹരിയിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചത്. അത് നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന കാരണം കൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ നസ്ലാണ്. നസ്ൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വംശപരമ്പരക്കാണ് പറയുക. മനുഷ്യന്റെ വംശപരമ്പര എന്നത് ഇസ്ലാം വലിയ പ്രാധാന്യത്തോടു കൂടി കാണുകയാണ്. അതിന് ദോഷകരമായി ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം ഹറാമാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യഭിചാരം പാടില്ലെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് സ്വയംഭോഗം പാടില്ലെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് സ്വവർഗരതി പാടില്ലെന്ന് പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് അന്യ സ്ത്രീകളുമായി സംസാരിക്കുമ്പോൾ മര്യാദകൾ വേണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്, അന്യ പുരുഷന്മാരുടെ മുമ്പിൽ മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞത്, അന്യ പുരുഷന്മാരുമായി എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളോട് സ്നേഹമുണ്ടാകുന്ന, നിങ്ങളിൽ താല്പര്യമുണ്ടാക്കുന്ന കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരങ്ങൾ പാടില്ലെന്ന് വരെ പറയാൻ കാരണം നമ്മുടെ നസ്ലാകുന്ന മനുഷ്യ വംശ പരമ്പരയെ ഇസ്ലാം സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മുടെ അഭിമാനമാണ്. മനുഷ്യന്റെ അഭിമാനത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ അഭിമാനം തകർത്ത് കളയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇസ്ലാം അതിനെ എല്ലാം ഹറാമാക്കുകയാണ്. അതുകൊണ്ടാണ് ചീത്ത പറയാൻ പാടില്ലെന്ന് പറഞ്ഞത്, പരദൂഷണം പാടില്ലെന്ന് പറഞ്ഞത്, നമീമത്ത് കൊണ്ട് നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്, തെറി വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്, ഒരാളെ അന്യ ആളുകളുടെ മുമ്പിൽ വെച്ച്, അതല്ലെങ്കിൽ 4 ആള് കൂടുന്നിടത്ത് വെച്ച് അവനെ ചീത്ത പറയരുത്, അവഹേളിക്കരുത്, അവനെ ആക്രമിക്കരുത് എന്ന് പറയാൻ കാരണം അത് അവന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന വിഷയമായത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ അൽ മാൽ, നമ്മുടെ പണമാണ്. സമ്പത്ത് വലിയ മൂല്യമുള്ള കാര്യമാണ്. സമ്പത്ത് ഇവിടെ നല്ല രീതിയിൽ നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങളെ ഇസ്ലാം അനുവദിച്ചു, അതിനെ പ്രോത്സാഹിപ്പിച്ചു. സമ്പത്ത് തെറ്റായ വഴിക്ക് വിനിയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള മുഴുവൻ മേഖലകളെയും ഇസ്ലാം ശക്തമായി എതിർക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പലിശ പാടില്ലെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് മോഷണം പാടില്ലെന്ന് പറഞ്ഞത്, കൈക്കൂലി പാടില്ലെന്ന് പറഞ്ഞത്, സ്ത്രീധനം പാടില്ലെന്ന് പറഞ്ഞത്. തെറ്റായ എന്തെല്ലാം സമ്പാദ്യ മാർഗങ്ങളുണ്ടോ അത് മുഴുവൻ ഇസ്ലാം ഹറാമായി നിശ്ചയിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ചില പണ്ഡിതന്മാർ എണ്ണി അന്നഫ്സ് എന്നത് മനുഷ്യന്റെ ശരീരം. മനുഷ്യന്റെ ശരീരം
നമ്മുടെ ശരീരം ഏറെ ഇസ്ലാം വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരാളെ അന്യായമായി അടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്, രക്തം ചിന്താൻ പാടില്ലെന്ന് പറഞ്ഞത്, കൊലപാതകം പാടില്ലെന്ന് പറഞ്ഞത്. മൻ അശാറ ഇല അഖീഹി ബിഹദീദ, ഒരു ആയുധം കൊണ്ട് ഒരു സഹോദരന്റെ നേരെ കൈ ചൂണ്ടാൻ പോലും പാടില്ലെന്ന് പഠിപ്പിച്ചത് അവന്റെ മനുഷ്യന്റെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. സഹോദരൻ, ഇങ്ങനെയുള്ള ഈ 5 മേഖലകളെ ദോഷകരമായി ബാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയാണ് ഇസ്ലാം ഹറാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാം ഹലാലാണ്. അപ്പോൾ ഹലാൽ എന്നത് വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു സാങ്കേതിക ശബ്ദമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേവല പ്രയോഗമല്ല ഹലാൽ എന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകൾക്ക് മുമ്പിൽ തൂക്കിയിടാൻ മാത്രം പരിമിതപ്പെട്ടു പോയ ഒരു വാക്ക് മാത്രമല്ല ഹലാൽ എന്നത്. വിശാല അർത്ഥതലങ്ങളുള്ള ഒരു സാങ്കേതിക ശബ്ദമാണ് ഹലാൽ എന്നത്. നമ്മുടെ വിശ്വാസത്തിൽ ഹലാലും ഹറാമുമുണ്ട്, നമ്മുടെ ഇടപാടുകളിൽ ഹലാലും ഹറാമുമുണ്ട്, നമ്മുടെ വേഷത്തിൽ ഹലാലും ഹറാമുമുണ്ട്, നമ്മുടെ വാക്കിലും നോക്കിലും ചെയ്തിയിലും ഹലാലും ഹറാമുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ ഈ ഒരു മഖ്സദ് അഥവാ ഈ ഒരു ലക്ഷ്യം, ഈ ഒരു ഉദ്ദേശം നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഇസ്ലാമിക നിയമങ്ങളുടെ സവിശേഷതയും അതിന്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ചില സമയത്തെങ്കിലും ചില സന്ദർഭങ്ങളിലും ഒരുപക്ഷെ ഇസ്ലാമിന്റെ ചില നിയമങ്ങൾ നമുക്കൊരു പ്രയാസമായി തോന്നിയേക്കാം. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് അല്ലേ ഇങ്ങനെ, അതല്ലെങ്കിൽ എന്താ എനിക്ക് ഇങ്ങനെ ആയി പോയത്, മുസ്ലിം ആയതിന്റെ പേരിൽ അത് ചെയ്യാൻ പറ്റൂല, അത് നോക്കാൻ പാടില്ല, ഇത് നോക്കാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും തോന്നുന്നെങ്കിൽ ഈ മഖാസിദു ശരീഅ, ഇസ്ലാമിന്റെ നിയമങ്ങളുടെ മതനിയമങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ആമുഖമായി ഓതിവെച്ച വചനത്തിന്റെ തൊട്ടു മുമ്പിലുള്ള ആയത്തുകളിലും അള്ളാഹു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. സൂറത്തുൻ നഹ്ലിൽ 114 ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫകുലു മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ഹലാലായതും ത്വയ്യിബായതും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. അപ്പോൾ ഭക്ഷിക്കുന്നതിൽ ഹലാലാവണം, ത്വയ്യിബാകണം. എല്ലാ ഹലാലുകളും ത്വയ്യിബായി കൊള്ളണം എന്നില്ല. ഹലാലുകൾ എന്ന് പറഞ്ഞാൽ അനുവദനീയമായത്, ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട വിശിഷ്ടമായിട്ടുള്ള സംഗതികൾ. അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ ഹലാലുമാകണം, ത്വയ്യിബുമാകണം. വഷ്കുറു നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ നിഅമത്തുകൾ ഉണ്ടല്ലോ, അതിന് നിങ്ങൾ ശുക്ർ കാണിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു ഹറാമാക്കിയത് എന്തൊക്കെയെന്ന് പ്രത്യേകം പരിചയപ്പെടുത്തി. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത, നിങ്ങൾക്ക് ശവം അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. ശവത്തിനെ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല. വദ്ദമ, അതുപോലെ രക്തം നമുക്ക് അനുവദനീയമല്ല. വലഹ്മൽ ഖിൻസീർ, അതുപോലെ പന്നി മാംസം നമുക്ക് ഹറാമായി അള്ളാഹു നിശ്ചയിച്ചു. ഇവിടെ ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത, മൈത ശവങ്ങൾ നിങ്ങൾക്ക് ഹറാമാണ് എന്ന ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചപ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയാണ്. ദൈവം കൊന്നാൽ നിങ്ങൾക്ക് അനുവദനീയം, ദൈവം കൊന്നാൽ നിങ്ങൾക്ക് തിന്നാൻ പാടില്ല, മനുഷ്യൻ കൊന്നാൽ നിങ്ങൾക്ക് തിന്നാം എന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ചില മുശ്രിക്കീങ്ങൾ പരിഹസിച്ചു. സഹോദരങ്ങളെ, എന്നാൽ അതിന്റെ പിന്നിലും ഒരു മഖ്സദ് ഉണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു മൈത്തത്ത് തിന്നാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത്? അതിന്റെ പിന്നിൽ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചതാണ്. മനുഷ്യൻ അറുക്കുമ്പോൾ അതിൽ രക്തം പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് ശാസ്ത്രം പറയുന്നുണ്ട്. അല്ലാതെ ഒരു മൃഗം ചാവുമ്പോൾ അതിന്റെ മാംസത്തിൽ ഉണ്ടാകുന്ന കുറെ മാറ്റങ്ങളെ കുറിച്ച് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ശാസ്ത്രം തെളിയിച്ചാലും തെളിയിച്ചില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത, ശവം നിങ്ങൾക്ക് ഹറാമാണ്. വദ്ദമ, രക്തം നിങ്ങൾക്ക് ഹറാമാണ്. അതുപോലെ വലഹ്മൽ ഖിൻസീർ, പന്നി മാംസം നിങ്ങൾക്ക് ഹറാമാണ്. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ പ്രഖ്യാപിക്കപ്പെട്ടത് എന്തൊക്കെയുണ്ടോ അതൊക്കെ
നമുക്ക് ഹറാമാണ്. ഇവിടെ ആദ്യം പറഞ്ഞ മൈത്തത്തും ദമും ലഹ്മുൽ ഖിൻസീറും, അത് അറുക്കപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും, പന്നി മാംസം അറുത്തതാണെങ്കിലും സ്വയം ചത്തതാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹു കൽപ്പിച്ചു, അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ശരീരത്തെ അത് ദോഷകരമായി ബാധിക്കുന്നു എന്നതാണ്. പിന്നെ അള്ളാഹു നാലാമത് പറഞ്ഞത് വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി എന്നാണ്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ പ്രഖ്യാപിക്കപ്പെട്ടത്. അതൊരു പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കാം, ശരീരത്തിന് നല്ലതായിരിക്കാം, പക്ഷെ അത് നമ്മുടെ ദീനിന് കോട്ടം തട്ടുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ബദരീങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടത്, അതല്ലെങ്കിൽ അല്ലാത്ത മറ്റ് സൃഷ്ടികൾക്ക് വേണ്ടി അറുക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ദീനിനെ കോട്ടമായി ബാധിക്കുന്നു, ദീനിനെ ദോഷകരമായി ബാധിക്കുന്നു. അതുകൊണ്ട് അതും പാടില്ലെന്ന് ഇസ്ലാം വളരെ ശക്തമായി പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ അഞ്ചാലൊരു കാര്യങ്ങളിൽ ഏത് നിയമവും ഇസ്ലാമിൽ ഈ പറയപ്പെട്ട ദറൂറിയാത്തുൽ ഖംസ് അല്ലെങ്കിൽ അൽ കുല്ലിയാത്തുൽ ഖംസ് എന്ന് പറയുന്ന ഈ മഖാസിദുൽ ശരീഅ, ഇസ്ലാമിന്റെ മത നിയമങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ 5 കാര്യങ്ങൾ സംരക്ഷിക്കലാണ്. ഈ 5 കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ഓരോ നിയമവും ചെയ്യുന്നത്. ഇതിന് തടസ്സം നിൽക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനെ ഇസ്ലാം ഹറാമാക്കുകയും ചെയ്തു. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, മതത്തിന്റെ ഏത് അധ്യാപനങ്ങളെയും നമുക്ക് 2ആയി വേർതിരിക്കാൻ സാധിക്കും. മതത്തിന്റെ ഏത് കാര്യങ്ങളും 2ആയി നമുക്ക് വേർതിരിക്കാം. അതിൽ ഒന്ന് ഇബാദാത്തുകളാണ്, മറ്റൊന്ന് മുആമലാത്തുകളാണ്. ഇബാദാത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, ദിക്ർ, ദുആ തുടങ്ങി ഏതൊക്കെ ആരാധനയുണ്ടോ അതാണ് ഇബാദാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് മുആമലാത്താണ്. മുആമലാത്ത് എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ, അതല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ, കച്ചവടങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, കടം വാങ്ങലുകൾ, വായ്പ വാങ്ങലുകൾ, ഇതെല്ലാം മുആമലാത്തിന്റെ കീഴിൽ വരുന്നതാണ്. മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കൈകാര്യം ചെയ്യുന്ന 2 ഏരിയകളാണ് ഇബാദത്തുകളും മുആമലാത്തുകളും. ഇതിൽ ഇബാദത്തുകൾ സഹോദരങ്ങളെ എന്താണോ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഇബാദത്തുകളായി അള്ളാഹു നമുക്ക് എന്താണോ പഠിപ്പിച്ചത് അതാണ് അസ്ല്, അതേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാത്തത് ഒരാൾ കൊണ്ടുവന്നാൽ അയാൾ തെളിവ് പറയണം. അതാണ് അതിന്റെ അസ്ല്. ഇബാദത്തുകൾ എന്താണോ പഠിപ്പിച്ചത് അത് മാത്രം ചെയ്യുക എന്നതാണ്. ഹറാമാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഇബാദത്തിന്റെ വിഷയത്തിൽ പറയേണ്ട ആവശ്യമില്ല. ചെയ്യണമെങ്കിൽ അത് പ്രമാണങ്ങളിൽ ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ടു വന്നതായിരിക്കണം. അതല്ലാത്തത് ഒരാൾ കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്ന ആളാണ് തെളിവ് പറയേണ്ടത്. ഇത് ഇല്ല, ഇത് ഖുർആനിലില്ല, ഹദീസിലില്ല, ഈ ആഘോഷം ഖുർആനിലില്ല, ഹദീസിലില്ല എന്ന് തെളിവ് പറയണ്ടേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നർത്ഥം. കാരണം അത് അയാൾ കൊണ്ടുവന്നതാണ്. ഇബാദത്തിന്റെ അസ്ല് ദീനിലുള്ള കാര്യമാണ്, അത് പഠിപ്പിച്ചതാണ്, അത് ചെയ്യുക എന്നതാണ്. എന്നാൽ നമ്മൾ പറഞ്ഞ മുആമലാത്തുകൾ, ക്രയവിക്രയങ്ങൾ നേരെ തിരിച്ചാണ്. എല്ലാം നമുക്ക് ചെയ്യാം, എല്ലാം ഹലാലാണ്, അനുവദനീയമാണ്. ഹറാമായതുണ്ടെങ്കിൽ അത് പ്രത്യേകം പഠിപ്പിക്കും. ഹറാമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഖുർആനിലോ ഹദീസിലോ എവിടെയെങ്കിലും നമുക്കത് കാണാൻ കഴിയും. അപ്പൊ ഇബാദത്തുകളാണെങ്കിൽ ചെയ്യേണ്ടതാണ് പഠിപ്പിക്കുക. മുആമലാത്ത് ക്രയവിക്രയങ്ങളാണെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് പഠിപ്പിക്കുക. കച്ചവടങ്ങൾ എല്ലാം നമുക്ക് ഹലാലാണ്, ഏത് കച്ചവടം നമുക്ക് നടത്താം. അത് ഹറാമായതുണ്ടെങ്കിൽ ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണാൻ കഴിയും. ഏത് വേഷവിധാനവും നമുക്ക് ധരിക്കാം, എല്ലാ വസ്ത്രവും നമുക്ക് ഹലാലാണ്. ഹറാമായതുണ്ടെങ്കിൽ ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണാൻ കഴിയും. ഫകുലു മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഈ ഭൂമിയിലുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അപ്പൊ എല്ലാം നമുക്ക് ഹലാലാണ്. ക്രയവിക്രയങ്ങൾ, കച്ചവടങ്ങൾ, മുആമലാത്തുകൾ എല്ലാം നമുക്ക് അനുവദനീയമാണ്. ഹറാമായതുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അത് പ്രമാണങ്ങളിൽ പ്രത്യേകം സ്ഥിരപ്പെട്ടതായിരിക്കും എന്നർത്ഥം. അഥവാ മദ്യം വിൽക്കാൻ പാടില്ല, പൂച്ചയെ കാശ് കൊടുത്ത് വാങ്ങാൻ പാടില്ല, നായ വിൽക്കാൻ പാടില്ല, ഇതൊക്കെ ഹദീസിൽ വന്ന വിഷയമാണ്. അതുകൊണ്ട് ആ കച്ചവടം പറ്റൂല. ബാക്കി എല്ലാ കച്ചവടവും നമുക്ക് ഹലാലാണ് എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സഹോദരങ്ങളെ അടിസ്ഥാന കാര്യങ്ങളാണ്. ഇത് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ മതത്തിന്റെ നിയമങ്ങളുടെ പിന്നിലുള്ള രഹസ്യങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും തിരിച്ചറിയാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മതനിയമങ്ങൾ, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി സഹോദരങ്ങളെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നന്മയും സമൂഹത്തിൻ്റെ ദോഷവും പരസ്പരം വിരുദ്ധമായി വന്നാൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം സമൂഹത്തിനാണ് പരിഗണന കൊടുക്കുക, വ്യക്തിക്കല്ല. അതുപോലെ ഒരു വ്യക്തിയുടെ താല്പര്യവും കുടുംബത്തിന്റെ താല്പര്യവും പരസ്പരം വിരുദ്ധമായി വന്നാൽ നമ്മൾ കുടുംബത്തിനെയാണ് പരിഗണിക്കുക, വ്യക്തികളെയല്ല. അതുപോലെ സമൂഹത്തിന്റെ താല്പര്യവും കുടുംബത്തിന്റെ താല്പര്യവും പരസ്പരം വിരുദ്ധമായി വന്നാൽ സമൂഹത്തിന്റെ താല്പര്യത്തെയാണ് നമ്മൾ പരിഗണിക്കുക, ഇസ്ലാം പരിഗണിക്കുക, കുടുംബത്തിന്റെ താല്പര്യത്തെ ആയിരിക്കുകയില്ല. ഇതും ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. ഇസ്ലാമിലുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ഈ ഒരു അടിസ്ഥാനം നമുക്കതിൽ കാണാൻ കഴിയും. ചില നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എന്നുള്ള നിലക്ക്, അതല്ലെങ്കിൽ ആ കുടുംബം എന്നുള്ള നിലക്ക് അയാൾക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ സമൂഹത്തിന് അതിൻ്റെ പിന്നിൽ ചില ഗുണങ്ങളും ഉണ്ടാകും. ഉദാഹരണമായി പറഞ്ഞാൽ, കട്ടവന്റെ കൈ മുറിക്കണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇസ്ലാമിന്റെ അധികാരമുള്ളിടത്ത് അവിടുത്തെ ഭരണാധികാരി കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കും. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൈ മുറിക്കുക എന്നത് അയാളുടെ ജീവിതത്തിൽ പിന്നെ കൈയില്ല, അയാൾക്ക് അതൊരു ദോഷമാണ്. കുടുംബത്തിനും ദോഷമാണ്. ഭാര്യ എന്നുള്ള ഒരാളുടെ കൈ മുറിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യക്ക് തന്റെ ഭർത്താവിന് കൈയില്ല, അയാളുടെ മക്കൾക്കാണെങ്കിൽ വാപ്പക്ക് കൈയില്ല. അതല്ലെങ്കിൽ ആ ഒരു അപമാനം ആ കുടുംബത്തിന് എന്നും കട്ടവന്റെ മകനാണ്, കട്ടവന്റെ ഭാര്യയാണ് എന്ന ഒരു അപമാനം താങ്ങി ആ കുടുംബം ജീവിക്കേണ്ടി വന്നേക്കാം. പക്ഷേ സമൂഹത്തിനാണ് അവിടെ ഇസ്ലാം പരിഗണന നൽകുന്നത്. ആ കൈ മുറിക്കപ്പെടാതെ നിന്നാൽ സമൂഹത്തിന് വലിയ ദോഷങ്ങൾ ഉണ്ടായേക്കാം. അവന്റെ കൈ മുറിക്കാതെ ഇരുന്നാൽ ആ സമൂഹത്തിലുള്ള ഓരോ ആളുകളും വളരെ പേടിയോടുകൂടി ജീവിക്കേണ്ട അവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് സമൂഹത്തെ പരിഗണിച്ചു, വ്യക്തിയെയും കുടുംബത്തെയും പരിഗണിച്ചില്ല. ഈ രൂപത്തിലാണ് ഇസ്ലാമിന്റെ ഓരോ നിയമവും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കാനുള്ള അധികാരം സഹോദരങ്ങളെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ്. നമുക്ക് തോന്നിയതൊക്കെ തോന്നുന്നത് പോലെ ഹലാല് ഹറാമ് എന്ന് നമുക്ക് പറയാൻ പാടില്ല. മറിച്ച് അതിന് കൃത്യമായ ചില ലക്ഷ്യങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു നിയമം പുറപ്പെടുവിക്കുന്നതിന് പിന്നിൽ സഹോദരങ്ങളെ അത് ശാരിആയ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരു നിയമം പുതുതായി കൊണ്ടുവരാൻ അധികാരമില്ല, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു കൃത്യമായി പഠിപ്പിച്ചതാണ്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ല അള്ളാഹുവിന്റെ വഹയില്ലാതെ. അപ്പോൾ അള്ളാഹുവിന്റെ വഹയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരു നിയമം ഹലാല് ഹറാമുകൾ നിശ്ചയിക്കാൻ അധികാരമില്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിവരവുമില്ലാതെ ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് എന്ന് പറയാൻ പാടില്ല. ഇന്നത് ഹറാമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹു ആ വിഷയത്തെ നിഷേധിച്ചു, അതല്ലെങ്കിൽ അതിനെ ഹറാമാക്കി എന്നാണ് നമ്മൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഗൗരവപ്പെട്ട വാദമാണ്. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ ലിതഫ്തറു അലല്ലാഹിൽ കദിബ്. നിങ്ങളുടെ നാവുകൾ
വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് ഹറാമാണ് എന്നിങ്ങനെ നിങ്ങൾ കള്ളം പറയരുത്. അത് അള്ളാഹുവിന്റെ മേൽ കള്ളം പറയുന്ന തുല്യമാണ്. അങ്ങനെയുള്ള ആളുകൾ വിജയിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതൊക്കെ ഗൗരവപ്പെട്ട വിഷയമാണ്. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളെ കുറിച്ചും അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളെ കുറിച്ചും അതിന്റെ നന്മയെ കുറിച്ചും നമുക്ക് ബോധ്യപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ മഹത്വവും മുസ്ലിം ആയതിന്റെ അഭിമാനവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹു ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. قوموا إلى صلاتكم.